നമ്മളിപ്പോൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിരിക്കണ ഒരു സമയമാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ വർക്കൊക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇതൊക്കെ മനുഷ്യ സഹജമാണ്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ അതിനുള്ള ഉത്തരം പറയുന്നുണ്ട്. 11-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകപ്രകാരമാണ് പറയുന്നത്: തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭൂങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹത പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അതായത് അതിൻ്റെ അർത്ഥപ്രകാരമാണ്: ഹേ അർജുന, നീ എഴുന്നേൽക്കുക, യുദ്ധം ചെയ്ത് ജയവും യശസ്സും നേടുക, ശത്രുക്കളെ ജയിച്ച് ഐശ്വര്യസമൃദ്ധമായ രാജ്യം ഭരിച്ചു വാഴുക. പരമാർത്ഥത്തിൽ ഞാൻ ഇവരെ മുമ്പ് തന്നെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ അതിന് നിമിത്ത കാരണം മാത്രമായി തീർന്നാൽ മതി. അതായത് ഈശ്വരൻ ആദ്യമേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്തെല്ലാം സംഭവിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ അതിനൊരു നിമിത്തമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു കർമ്മം ചെയ്യാൻ ഈശ്വരൻ നമ്മളെയാണ് നിയോഗിച്ചിരിക്കണതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നിയോഗിച്ചിരിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ ഭഗവത് സ്മരണയോടുകൂടി നന്നായി നമുക്ക് കഴിയുന്ന വിധം ചെയ്തു തീർക്കുക എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ.